അട്ടപ്പാടി മധു കൊലക്കേസിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 16-ാം പ്രതി മുനീറിന് 1 വർഷം തടവും വിധിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നും രേഷ്മ വിശദാംശങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, ഈ വിധി പ്രസ്താവം നടത്തി കഴിഞ്ഞിരിക്കുന്നുവല്ലോ, പറയൂ, എന്തൊക്കെയാണ് കോടതി നിരീക്ഷണം? വിധിയുടെ പൂർണ്ണരൂപം എന്താണ്? ഗൗതം, നേരത്തെ മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ഈ 12 പ്രതികൾക്കും 7 വർഷം കഠിന തടവും പിഴയുമായിരുന്നു വിധിച്ചതെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി ആ ശിക്ഷ ഉയർത്തിയിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, KV ജയകുമാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് 12 പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവും അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും 50,000 രൂപ വീതം പിഴയും വിധിച്ചിട്ടുള്ളത്. 16-ാം പ്രതിയായിട്ടുള്ള മുനീറിന് 1 വർഷം തടവും അനുഭവിക്കണം. പിഴത്തുക മധുവിന്റെ അമ്മ മല്ലിക്ക് നൽകണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ 16-ാം പ്രതിയായിട്ടുള്ള മുനീർ കീഴടങ്ങണം. നേരത്തെ 3 മാസം തടവ് മാത്രമായിരുന്നു മുനീറിന് മണ്ണാർക്കാട് കോടതി അനുവദിച്ചിരുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ ഈ സർക്കാരിന്റെ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് മുനീറിന്റെ ശിക്ഷ ഉയർത്തിയിരിക്കുന്നത്. മുനീറിനെതിരെ SC/ST വകുപ്പ്, അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ, അതോടൊപ്പം തന്നെ IPC 323 വകുപ്പും ഒക്കെ തന്നെയാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. ആ കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1 വർഷമായിട്ട് ശിക്ഷ ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ 7 വർഷം കഠിന തടവായിരുന്നു 12 പ്രതികൾക്കും അനുവദിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ജീവപര്യന്തം തടവിലേക്ക് പോയിരിക്കുന്നു. IPC 304(2) വകുപ്പ് പ്രകാരം, അതായത് നരഹത്യാ കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ശിക്ഷ ഉയർത്തിയിരിക്കുന്നത്. മധു വധക്കേസിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധി എന്ന് വേണം ഇതിനെ വിളിക്കാനായിട്ട്. പക്ഷേ 1-ാം പ്രതിയായിട്ടുള്ള ഹുസൈനെ വെറുതെ വിട്ടു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഹുസൈനെതിരായിട്ടുള്ള തെളിവുകൾ കൃത്യമായിട്ട് പ്രോസിക്യൂഷന് സമർപ്പിക്കാൻ സാധിച്ചില്ല. സംശയരഹിതമായിട്ട് ആ തെളിവുകൾ പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹുസൈനെ വെറുതെ വിട്ടുകൊണ്ടുള്ള നടപടി ഹൈക്കോടതി കൈക്കൊണ്ടത്. അതോടൊപ്പം തന്നെ നേരത്തെ 4-ാം പ്രതിയായിട്ടുള്ള അനീഷ്, 11-ാം പ്രതിയായിട്ടുള്ള അബ്ദുൾ കരീം, ഇരുവരെയും നേരത്തെ മണ്ണാർക്കാട് കോടതി വെറുതെ വിട്ടിരുന്നു. ആ നടപടി ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. ഹുസൈന്റെ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ഹുസൈനെ വെറുതെ വിട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം ഈ 7 വർഷം തടവ് എന്ന് പറയുന്നത് കുറഞ്ഞ ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണം. മാത്രമല്ല, വെറുതെ വിട്ട പ്രതികൾക്കെതിരെ ശിക്ഷ, ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അത് ഭാഗികമായിട്ട് തന്നെ ഹൈക്കോടതി അനുവദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. മധുവിന്റെ അമ്മ മല്ലിയും അതോടൊപ്പം തന്നെ സഹോദരി സരസും വിധി പ്രസ്താവം കേൾക്കാനായിട്ട് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അവർ അല്പസമയത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരും. അവരുടെ പ്രതികരണം ഉണ്ടാകും. 2018 ഫെബ്രുവരി 22-നാണ് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച മധു കൊലപാതകം ഉണ്ടാകുന്നത്. മധു എന്ന് പറയുന്ന വനവാസി യുവാവിനെ ഒരു കൂട്ടം ആളുകൾ ആൾക്കൂട്ട ആക്രമണത്തിനിരയാക്കി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അത് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയായിരുന്നു. പക്ഷേ മണ്ണാർക്കാട് കോടതിയിൽ ഈ കേസ് എത്തിയ സമയത്ത് 2 പ്രതികളെ വെറുതെ വിടുകയും 1 പ്രതിക്ക് 3 മാസം തടവ് മാത്രം വിധിക്കുകയുമായിരുന്നു. ഒപ്പം തന്നെ 12 പ്രതികൾക്ക് 7 വർഷം തടവും വിധിച്ചു. പക്ഷേ ആ കുറഞ്ഞ ശിക്ഷ നൽകിയതിൽ അന്ന് തന്നെ സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. കുറഞ്ഞ ശിക്ഷ നൽകിയത് പ്രോസിക്യൂഷന്റെ പരാജയം എന്നുള്ള രീതിയിൽ വിലയിരുത്തപ്പെട്ടു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിക്കൊണ്ട് ഈ മണ്ണാർക്കാട് കോടതിയുടെ ശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ജീവപര്യന്തം തടവ് ശിക്ഷയിലേക്ക്, അതായത് കൊലപാതക കുറ്റം തന്നെ ചുമത്തിക്കൊണ്ട് ഉയർന്ന ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടുള്ള അഭിഭാഷകർ മുന്നോട്ട് വെച്ച ആവശ്യം. അത് ഭാഗികമായി അനുവദിച്ചുകൊണ്ട് തന്നെയാണ് 12 പ്രതികൾക്കും ജീവപര്യന്തം തടവും അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും 50,000 രൂപ വീതം പിഴയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. ഇതിൽ മുനീർ നേരത്തെ 3 മാസം തടവ് പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയിരുന്നു. മുനീറിന് ഇനി 1 വർഷം തടവ്, അതിൽ ബാക്കി 9 മാസം കൂടി പൂർത്തീകരിക്കേണ്ടി വരും. എന്തായാലും എല്ലാ പ്രതികളെയും രാവിലെ തന്നെ 10 മണിക്ക് മുൻപ് തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശാനുസരണം ഹാജരാക്കിയിരുന്നു. ഇനിയുള്ളത് അവരെ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഹുസൈനെ വെറുതെ വിടാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഡിജിറ്റൽ തെളിവുകൾ ഹുസൈന് അനുകൂലമായി എന്നുള്ളത് തന്നെയാണ്. അതായത് ഹുസൈനെതിരായിട്ട് 8ഉം 19ഉം സാക്ഷികളായിരുന്നു മൊഴി നൽകിയിരുന്നത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ സംഭവം നടക്കുന്ന സമയത്ത് ഹുസൈൻ ഉണ്ട്. അത് പക്ഷേ ഈ പലരിൽ ഒരാൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഹുസൈൻ ഉണ്ടായിരുന്നത് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം ഹൈക്കോടതി മുഖവിലക്കെടുത്തു. അതിന് തക്ക തെളിവുകളും അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ ഒക്കെ തന്നെ ഹുസൈന്റെ അപ്പീലിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഭാഗികമായിട്ട് മാത്രമാണ് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് ഇതിലൊരു വിജയം ഉണ്ടായി
ഉണ്ടായി എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. കാരണം 12 പ്രതികൾക്ക് ജീവപര്യന്തം ലഭിച്ചു എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ആവശ്യം ഏറെക്കുറെ സാധ്യമായിട്ടുണ്ട്. പക്ഷേ 1-ാം പ്രതിയായിട്ടുള്ള ഹുസൈനെ വെറുതെ വിട്ടതിൽ സർക്കാർ അമ്പെ പരാജയപ്പെട്ടു എന്ന് വേണം വിലയിരുത്താൻ. ഗൗതം. ഓക്കെ രേഷ്മ, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ അരുൺ ആലത്തൂർ കൂടി പാലക്കാട് നിന്നും ചേരുകയാണ്. അരുൺ, ഈ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണല്ലോ ഈ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ കോലടക്കം ഉണ്ടാക്കിയ ഈ സംഭവം അരങ്ങേറിയത്. ഇപ്പോൾ ഈ 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. കേസിൽ ഫെബ്രുവരി 22-ാം തീയതിയായിരുന്നു അട്ടപ്പാടിയിലെ മുക്കാലിയിൽ വെച്ച് മോഷണക്കുറ്റം ആരോപിച്ച് വനവാസി യുവാവായ മധുവിനെ ഒരു സംഘം ആളുകൾ കാട്ടിൽ നിന്ന് പിടികൂടി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഏതായാലും ആ സംഭവത്തിൽ വളരെ വർഷങ്ങൾ നീണ്ടുനിന്ന പോരാട്ടമാണ്. അതിൽ പ്രധാനമായിട്ടും ഈ കുടുംബത്തിന്റെ ആവശ്യം എന്നുള്ളത് കൃത്യമായിട്ട് നടപടികൾ ഈ എല്ലാ പ്രതികൾക്കും കൊലക്കയർ തന്നെ വേണം എന്നുള്ള തരത്തിലുള്ള ആവശ്യമായിരുന്നു മധുവിന്റെ അമ്മയാണെങ്കിലും അല്ലെങ്കിൽ സഹോദരി സരസു ആണെങ്കിലും ഒക്കെ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ മണ്ണാർക്കാട് SC കോടതിയിൽ നിന്ന് നേരത്തെ ശിക്ഷ വിധി ഉണ്ടായപ്പോൾ 13 പ്രതികളുടെ ശിക്ഷാ വിധികൾ ഉണ്ടായപ്പോൾ അതിൽ അവർ കൃത്യമായി തൃപ്തരായിരുന്നില്ല എന്നുള്ളതാണ്. തുടർന്നാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ഹൈക്കോടതി ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലും അതുപോലെ തന്നെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരും മധുവിന്റെ കുടുംബവും നൽകിയ ഹർജികളും പരിഗണിച്ച സമയത്താണ് ഏതായാലും ജസ്റ്റിസ് രാജവിജയരാഘവൻ, KV ജയകുമാർ അടങ്ങിയ ഈ ഡിവിഷണൽ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. 1-ാം പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ളതിൽ വലിയ വേദന മധുവിന്റെ കുടുംബം നേരത്തെ പങ്കുവച്ചിരുന്നു. മാത്രമല്ല നേരത്തെ തന്നെ ഈ 2 പ്രതികളെ വെറുതെ വിട്ടിരുന്ന നടപടി ഉണ്ടായിരുന്നു. ആ നടപടി വിചാരണ കോടതിയുടെ നടപടി റദ്ദ് ചെയ്യണമെന്ന് ഉൾപ്പെടെയായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ അത്തരം ആവശ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതു തരത്തിൽ അതിൽ നടപടി ഉണ്ടാവുമെന്നുൾപ്പെടെ വലിയ രീതിയിൽ എല്ലാവരും നോക്കിക്കണ്ടിരുന്നതാണ്. ഇനി ഏതായാലും കുടുംബം ഈ എന്ത് പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തുക എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. ഏതായാലും ആ നാടിനെ നടുക്കിയ കൊലപാതകം അതിൽ ഹൈക്കോടതിയിൽ വന്ന അപ്പീലുകളിലാണ് ഇപ്പോൾ ഏതായാലും വിധി ഉണ്ടായിരിക്കുന്നത്. 2018 ഫെബ്രുവരി 22-ന് മുക്കാലിയിൽ വെച്ച് നടന്ന മോഷണക്കുറ്റം വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസ്. ഏതായാലും ഈ കേസിൽ നിരവധി ഈ പ്രതികൾ സാക്ഷികൾ നിരന്തരം കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മധുവിന്റെ കുടുംബത്തിനെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിഗതികൾ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിനൊക്കെ ഒടുവിലാണ് നേരത്തെ വിചാരണ കോടതി ശിക്ഷാവിധി ഉണ്ടായിരുന്നത്. ശാസ്ത്രീയ തെളിവുകളുടെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ, ഡിജിറ്റൽ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. ഇപ്പോൾ ഏതായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഈ ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ പരിശോധിച്ചതിന് ശേഷം കൂടെ ആയിരിക്കണം ഈ വിധി പ്രസ്താവം ഉണ്ടായതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, രേഷ്മയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രേഷ്മ, ഈ കുടുംബം ആഗ്രഹിച്ചത്, കാരണം ഇത്ര വലിയ ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണം എന്ന ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കീഴ്ക്കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് കുടുംബം ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ ജീവപര്യന്തം 12 പ്രതികൾക്ക് കിട്ടിയെങ്കിലും ഇതിൽ 1-ാമത്തെ പ്രതിയെ വെറുതെ വിട്ടിരിക്കുകയാണ്. കുടുംബത്തിനെ സംബന്ധിച്ച് ഏറെ നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് ഹുസൈനെ വെറുതെ വിട്ട ഹൈക്കോടതിയുടെ ഉത്തരവ്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് പരിഷ്കൃത സമൂഹത്തിന് അപമാനം കൊണ്ട് തലകുനിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഈ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ആൾക്കൂട്ട ആക്രമണത്തിന് ഒരു വ്യക്തി ഇരയായി കൊല്ലപ്പെടുക എന്നുള്ളത്. അത്തരത്തിൽ ഈ ഒരു കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള തെളിവുകളുടെ അഭാവങ്ങളും ഒക്കെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ മണ്ണാർക്കാട് SC കോടതിയിലെ ഈ കേസ് വിചാരണയ്ക്ക് വന്ന ഘട്ടത്തിൽ 7 വർഷം തടവ് എന്നുള്ളത് മാത്രമായിരുന്നു പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചത്. വലിയ പ്രതിരോധത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചു. കാരണം ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായ സംഭവത്തിൽ, അതും ഒരു വനവാസി യുവാവ് ഇരയായ സംഭവത്തിൽ, മരണപ്പെട്ട സംഭവത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ പ്രതികൾക്ക് ലഭിച്ചത് പ്രോസിക്യൂഷന്റെ പരാജയമായിട്ട് വിലയിരുത്തപ്പെട്ടു. ആ ഒരു സാധ്യതയിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയത്. അതിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച ആവശ്യം, ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് അത് കുറഞ്ഞ ശിക്ഷയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശിക്ഷ നൽകണം. അതുമാത്രവുമല്ല, 2 പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്, അവർക്ക് ശിക്ഷ നൽകണം, അവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കണം എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്,
മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമല്ല ചുമത്തേണ്ടത്, മറിച്ച് കൊലപാതക കുറ്റം തന്നെ ചുമത്തണമെന്നുള്ള ഒരു വാദം, സുപ്രധാനമായിട്ടുള്ള വാദം കൂടി ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അഭിഭാഷകർ മുന്നോട്ട് വെച്ചു. പക്ഷേ കൊലപാതക കുറ്റം എന്നതിനപ്പുറത്തേക്ക് നരഹത്യ കുറ്റം മാത്രം ചുമത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത് 12 പ്രതികളെയും. അതോടൊപ്പം തന്നെ 2 പ്രതികളെ വെറുതെ വിട്ട നടപടി അത് ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ നടപടി ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹുസൈൻ എന്ന് പറയുന്നത് 1ാം പ്രതിയാണ്. ഹുസൈന്റെ ചവിട്ടേറ്റാണ് ഈ മധുവിന്റെ മരണം സ്ഥിരീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. പക്ഷേ അത് സംശയാതീതമായിട്ട് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല. അത് മാത്രമല്ല, ഈ ഹുസൈനെതിരായിട്ട് മൊഴി നൽകിയത് 8ഉം 19ഉം സാക്ഷികളാണ്. ആ സാക്ഷിമൊഴികളെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഡിജിറ്റൽ തെളിവുകളായിരുന്നു. ആ ഡിജിറ്റൽ തെളിവുകൾ പിന്നീട് പ്രതിഭാഗത്തിന് കൂടുതൽ അനുകൂലമായിട്ട് മാറുകയായിരുന്നു. അതായത് അവിടെ കൂടി നിന്ന ആളുകളിൽ ഒരാൾ മാത്രമായിരുന്നു 1ാം പ്രതിയായിട്ടുള്ള മേച്ചേരിയിൽ ഹുസൈൻ എന്നുള്ളതായിരുന്നു ഹുസൈന്റെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ കുറ്റം സംശയാതീതമായിട്ട് തെളിയിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കും കണ്ടെത്തലിലേക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കടന്നെത്തി. അങ്ങനെയാണ് ഹുസൈനെ വെറുതെ വിടുന്നത്. മാത്രമല്ല, ഈ ഹുസൈനെതിരായിട്ട് കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് മാത്രമല്ല, ഈ ഡിജിറ്റൽ തെളിവുകളിൽ ചില അവ്യക്തതകൾ ഉണ്ട് എന്നുള്ള കാര്യവും പ്രതിഭാഗം ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച് ഈ പലരിൽ ഒരാളായിട്ട് നിൽക്കുന്ന ഹുസൈനെതിരെ എങ്ങനെയാണ് കൊലക്കുറ്റം ചുമത്താനാവുക തുടങ്ങിയ ചോദ്യങ്ങളും വാദത്തിനിടയിൽ ഹുസൈന്റെ അഭിഭാഷകർ ഉന്നയിച്ചു. എന്തായാലും ഹുസൈന്റെ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ഹുസൈനെ വെറുതെ വിട്ടത്. അത് സ്വാഭാവികമായിട്ടും മധുവിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ വേദന നൽകുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയെ തന്നെയാണ് ഹുസൈൻ എന്നായിരുന്നു ഈ കുടുംബം പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി നടപടി വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവർക്ക് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു പക്ഷേ അത്തരം ഒരു നടപടിയിലേക്കും കടന്നെത്തിയേക്കും. ഇനിയുള്ളത് ഈ കുടുംബം, അതായത് മധുവിന്റെ അമ്മ മല്ലിയും അതോടൊപ്പം തന്നെ പെങ്ങൾ സരസുവും ഹൈക്കോടതിയിൽ ഈ ശിക്ഷാവിധി പ്രസ്താവം കേൾക്കാനായിട്ട് വന്നിരുന്നു. അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് എത്തിച്ചേരും. അവർ ഈ ഹൈക്കോടതിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് പാലക്കാട് വെച്ച് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഹൈക്കോടതിയിൽ തങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, നല്ലൊരു വിധി, അതായത് സന്തോഷകരമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്നുള്ളതാണ്, തങ്ങളുടെ ദുഃഖത്തിന് ഒരു അറുതി വരുത്താനായിട്ട് ഹൈക്കോടതിക്ക് സാധിക്കുമെന്നുള്ളതായിരുന്നു അവർ പ്രതീക്ഷയായിട്ട് പങ്കുവെച്ചത്. പക്ഷേ 1ാം പ്രതി വെറുതെ വിട്ട സാഹചര്യത്തിൽ, 1ാം പ്രതിയായിട്ടുള്ള ഹുസൈനെ വെറുതെ വിട്ട സാഹചര്യത്തിൽ അവരുടെ പ്രതികരണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അക്കാര്യത്തിലൊരു തിരിച്ചടിയുണ്ട്. കാരണം ഹുസൈൻ 1ാം പ്രതിയായിട്ടുള്ള ഹുസൈനെ വെറുതെ വിട്ട ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 12 പ്രതികൾക്കും കാരണം കുറഞ്ഞ ശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ഉത്തരവ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മധുവിന്റെ കുടുംബം അതോടൊപ്പം തന്നെ ഈ കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകരും പുറത്തേക്കെത്തും. ഗൗതം. ഓക്കെ രശ്മ, തുടരുക. അട്ടപ്പാടി മധു വധക്കേസിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. അല്പസമയത്തിനകം തന്നെ നമുക്ക് മധുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം തേടേണ്ടി വരും. അതോടൊപ്പം തന്നെ അഭിഭാഷകരും പ്രതികരണത്തിനായി തയ്യാറാകും. ഇപ്പോൾ കോടതി നടപടികൾക്ക് ശേഷം അവർ പുറത്തേക്ക് എത്തുന്നതേ ഉള്ളൂ.